സ്റ്റേഷനിൽ വെച്ചോ അതോ വെയിറ്റ് ചെയ്യുന്നോ? വെയിറ്റ് ചെയ്യാ. അങ്ങേർക്ക് പോണമായിരിക്കും. അവന്മാരെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനായിരിക്കും. അതേന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാ? എഴുതി ഒപ്പിച്ചിട്ട് ഓരോ തപ്പും തപ്പി രാവിലെ തുറന്നു വിടണം. അല്ല എന്ത് ചെയ്യാനാ? എന്നാൽ ആ വിവരം അങ്ങ് വിളിച്ചു പറഞ്ഞാ മതി. സാറിന്റെ കൂട്ടുപ്രതികളുടെ കാര്യമാ. ഞാനിതാ വന്നു. ഓ, വിഷം കഴിക്കുന്നില്ലേ? ഇല്ല. കഴിക്കാറില്ലേ? ഇല്ല. സ്മോക്കിംഗും ഇല്ല? ഇല്ല. ഷോ, എന്ത് കഷ്ടാന്ന് നോക്കിയാട്ടെ. ഇവിടെ ജോർജ് കുട്ടി എപ്പോഴും പറയാറുണ്ട് വിശ്വത്തിന്റെ വർത്താനം. രാവിലെ പറഞ്ഞു വിട്ടോളൂ. അവന്മാരുടെ കാര്യം ആദ്യ കഷ്ടം. എന്താ ഇത്ര കഷ്ടം? ശരി, അവരെന്ത് വിളിച്ചു? അവർക്ക് തോന്നി ഇവൻ മറ്റവൻ തന്നെയാന്ന്. അവരുടെ കാര്യം എന്തിനാ പറയുന്നത്? നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ എത്ര ഇനങ്ങളെ കണ്ടിട്ടുള്ളതാ. അങ്ങേർക്ക് തെറ്റിയില്ലേ? അപ്പോ ദാറ്റ് മീൻസ് അത്ര സിമിലാരിറ്റി ഉണ്ടെന്നുള്ളതാ അല്ലേടാ? ഏതായാലും ഒരു കാര്യം സത്യമാണ്. നിന്നെ പോലെ ഇരിക്കുന്ന ഒരുത്തൻ ഈ ടൗണിലുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. വൺ ഹൂ ലുക്സ് എക്സാക്ട്ലി ലൈക്ക് യു. അതും അവൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളവനും. അവിടാ കുഴപ്പം. അല്ല ജോർജ്, ആരാ ഈ മറ്റവൻ? അത് പറഞ്ഞാല് ഇപ്പോ അതെന്തിനാ? അവൻ ആരാന്ന് പറയാനായിരിക്കും. എടാ, പെണ്ണ് കെട്ടിയതിന്റെ പ്രശ്നങ്ങൾ കണ്ടോ? നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് എന്നെ കണ്ടിട്ട് അസൂയ തോന്നും? ഇപ്പൊ മനസ്സിലായല്ലോ. ഒരുപാട് പെശക കൊച്ചമ്മമാരുടെ സെന്ററായത്. എന്നിട്ടും രാത്രി 9 മണിക്ക് മുമ്പ് കൂടണയാൻ ഞാൻ മനസ്സ് കാണിക്കുന്നില്ലേ? എന്നാൽ അവൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? എടോ അന്ന കരണീന, ഞാൻ ഇന്നീ കുപ്പി തീർക്കും. കോളേജ് വിട്ടത് പിന്നെ ഒരുപാട് കാലം കൂടിയിട്ട് എനിക്കിന്നിവനെ കൈ കിട്ടിയതാ. നീ വേണം പോയി കിടന്നുറങ്ങ്. അല്ലേ മിണ്ടാതെ അവിടെ. ആ, നമ്മൾ എന്തോന്നാ പറഞ്ഞോണ്ട് വന്നത്? മറ്റവനെ പറ്റി അല്ലേ? അവൻ, പുള്ളിയുടെ പേരെന്താ? ഉത്തമൻ. ഉത്തമൻ ഫസ്റ്റ് പേര്. പുള്ളിയുടെ എല്ലാ പേരുകളും ഫസ്റ്റാ. വേറൊരു പേര് കേൾക്കണോ? സുഗൺ കുമാർ. ഒരുപാട് പേരുകളുണ്ടോ? പിന്നെ ജോസഫ്, സുബ്രഹ്മണ്യം, സന്തോഷ്, ലത്തീഫ്. പുള്ളി പലപ്പോഴും കസ്റ്റഡിപ്പെട്ടിട്ടുണ്ട്. ജയിലിൽ കിടന്നിട്ടുണ്ട്, ചാടിയിട്ടുണ്ട്, വീണ്ടും പിടിച്ചിട്ടുണ്ട്. ആര് വെച്ച ദേഹമാ. ഇപ്പൊ കക്ഷി ഈ സിറ്റിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ പ്രൊബേഷൻ കഴിഞ്ഞിട്ട്. ജൂനിയേഴ്സ് ആവുമ്പം തപ്പിച്ച് നിൽക്കാമെന്ന് മനസ്സിൽ കണ്ടോണ്ടായിരിക്കും പുള്ളി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം, നീ കുറച്ച് കെയർഫുൾ ആയിക്കൂ. അവനുണ്ട്. അതിന് എനിക്ക് എന്ത് ചെയ്യാനൊക്കും? ഒന്നും ചെയ്യാനൊക്കില്ല, എങ്കിലും ഒന്ന് സൂക്ഷിച്ചോളുക. അത് വിശ്വമല്ല സൂക്ഷിക്കേണ്ടത്. അതിനാ സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അത് നേര്. അതുകൂടെ ഒന്ന് കഴിച്ചാട്ടെ. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഇത് ഞാൻ വിശക്കുന്നുണ്ടായിരിക്കും. ഓ, അത് ശരിയാണല്ലോ. നീ മോള് പോയി എല്ലാം ചൂടാക്കി എടുത്തു വെക്ക്. ഞങ്ങൾ ദാ വന്നേച്ചു. വിളിക്കുമ്പോ വന്നേക്കണം. അപ്പോ നിന്റെ നാളത്തെ പ്രോഗ്രാം എങ്ങനെ? സ്ഥലം വിടുന്നു. കഴിയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. അപ്പൊ ഇന്റർവ്യൂ അതിന്നായിരുന്നില്ലേ? അതെല്ലാം കഴിഞ്ഞില്ലേ? ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വേണ്ട, ഇപ്പോഴെന്റെ തലയിൽ ഒന്നുമില്ല ജോർജെ. പഠിച്ചെല്ലാം പോയി. ഒരു മുഴക്കം മാത്രമുണ്ട് ഇപ്പോ. സർട്ടിഫിക്കറ്റ് പോവാഞ്ഞത് ആരുടെയോ ഭാഗ്യം. പോവാൻ കാശ് വേണ്ടേ? കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പോയില്ലേ? പോയി. നീ മുറിയെടുത്ത ലോഡ്ജിൽ വല്ലതും സെറ്റിൽ ചെയ്യാനുണ്ടോ? ഇല്ല, അവിടെ അഡ്വാൻസ് കൂടുതൽ നിൽപ്പുണ്ടായിരുന്നു. വണ്ടിക്കൂലിയും സാധിച്ചൊരു 100 രൂപയും കിട്ടി തന്നായിരുന്നു. ചെന്ന ഉടനെ അയച്ചുതരാം. ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് എല്ലാം അച്ഛൻ കുറച്ച് കാശ് ഏൽപ്പിച്ചിരുന്നു. അതൊക്കെ എടുക്കാം. കാശ് പോയ കാര്യമോ ഇവിടെ നടന്ന മറ്റു കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാൻ കൊള്ളുകയില്ല. അതവരുടെ കൺഫ്യൂഷൻ കൂട്ടുകയുള്ളൂ. പിന്നെന്താ പറയാൻ പോകുന്നത്? ഒന്നും പറയാൻ പോകുന്നില്ല. ഇന്റർവ്യൂ ശരിയായില്ല, ഇത്തവണയും കിട്ടുകയില്ല. മുമ്പ് എത്രയോ തവണ കിട്ടായിരുന്ന പോലെ. എന്തോ ഒരെണ്ണം കണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അഡ്രസ്സിൽ. ആ, ഇത് തന്നെ. ഈയിടെ ഇന്റർവ്യൂ മുമ്പ് ഒന്നും കാണുന്നില്ലല്ലോ, 2-3 മാസമായിട്ട്. ഓ, ഞാനെന്തിനാ അപ്ലൈ ചെയ്യാറില്ല. അങ്ങനെ മനസ്സുകൊടുത്താൽ എങ്ങനാ? ശ്രമിച്ചോണ്ടിരിക്കണം.
ബ്രൂസിന്റെ കഥ പഠിച്ചിട്ടില്ലയോ? അങ്ങനെ തന്നെ അങ്ങ് എഴുതുകയാണോ? അല്ലാതെ പിന്നെ എങ്ങനെ എഴുതാനാ? ഒന്നുകിൽ വേണം, അല്ലെങ്കിൽ വേണ്ട. ഇതിനിടയിൽ കിടന്ന് ചളാവള പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ എന്നെ കിട്ടില്ല. അതല്ല, കുറച്ചുകൂടെ സമയം എടുത്താലോചിച്ചിട്ട് തീയതി നിശ്ചയിക്കാൻ അവരിങ്ങോട്ട് പെട്ടെന്ന് ചാടിക്കയറി വരികയെന്നൊക്കെ പറഞ്ഞാൽ അവർക്കവിടെ വേറെ പെണ്ണിനെ കിട്ടാതെ നോക്കിയിരിക്കില്ലയോ? എനിക്കെന്തോ ആ ചെറുക്കനെ അത്ര പിടിച്ചില്ല. സിന്ധുവിനും അത്ര തൃപ്തിയാണെന്ന് തോന്നുന്നില്ല. അവക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, ഞാൻ ചോദിച്ചതാ. അത് നീ പറയണ്ട. അത് അവൾ അങ്ങനെ അങ്ങ് പറഞ്ഞെന്ന് വെച്ച് ഒന്നാമത് അവരങ്ങോട്ടൊന്നും ചോദിക്കുന്നില്ല. ഇക്കാലത്ത് അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ സർക്കാർ സ്കൂളിൽ അധ്യാപകനെന്ന് പറഞ്ഞാൽ ആർക്കൊരു ആക്ഷേപം പറയാനുമില്ല. കാണാനും എനിക്ക് വൃത്തികേടൊന്നും തോന്നിയില്ല. ഇതിൽ കൂടുതലൊക്കെ പ്രതീക്ഷിക്കാൻ നിന്റെ മക്കൾ ഇവിടെ എന്തായിരിക്കുന്നേ? എന്തുണ്ടെന്നുള്ളത് മാത്രമാണോ ഒരു പെണ്ണെന്ന് പറയുമ്പോൾ? എൻ്റെ മോക്ക് നല്ല ചൊല്ലും വിളിയും ഉണ്ട്, കാണാനും നല്ലതാ. അവനും കൂടെ ഒരു ജോലിയായിട്ട് മതിയായിരുന്നു. അത് നടന്നു. അദ്ദേഹത്തെ ഉദ്യോഗസ്ഥനാക്കി ശമ്പളം മേടിച്ചിട്ട് പെണ്ണിനെ അയക്കാതിരിക്കുകയാണോ? ഉടനെ നടന്ന പോലെ തന്നെ. എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ചെയ്തുകൊണ്ടാട്ടെ. ഇനി അതും പറഞ്ഞ് അവനെ കുറ്റം പറയാൻ തുടങ്ങണ്ട. ഒന്നാമത് അവനാകെ മനസ്സ് കളഞ്ഞിരിക്കുക. അതിൻ്റെ കൂടെ ഇനി അതൊന്നും പറഞ്ഞ് ഈ അമ്മയ്ക്ക് സംസാരിക്കാനേ അറിയത്തില്ല. നിനക്ക് ഈ കല്യാണം ഇഷ്ടമാണോ? സത്യം പറ. നിന്റെ കല്യാണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാടൊക്കെ മനസ്സിൽ കണ്ടിരുന്നു. ഏതാണ്ടല്ല, എനിക്കല്ല ഇവിടെ വോയിസ് ഇല്ലാതെ ഉള്ളൂ. നിനക്ക് പറഞ്ഞൂടെ? ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാന്ന് പറയണം. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ഹായ്, ആളുണ്ടല്ലോ. അതൊക്കെ കേശവള്ള സാർ പറഞ്ഞ ഡിസിപ്ലിനാ. ഇത് നമ്മുടെ കുട്ടിയുടെ ചേട്ടൻ. ഓ, ഇതറിയാലോ, പയ്യന്റെ ഫാദർ. ഇത് ഇദ്ദേഹത്തിന്റെ അനിയൻ. ഹലോ, അന്ന് കണ്ടല്ലോ. ഇത് അദ്ദേഹത്തിന്റെ അമ്മാവൻ തൃക്കോട്ടൽ ഗോവിന്ദപിള്ള എന്ന് പറയും. കേട്ടിട്ടുണ്ട്. പിന്നെ എന്നെ മനസ്സിലായി കാണുമല്ലോ. സംബന്ധക്കാരൻ്റെ അളിയൻ സുന്ദരേശൻ നായർ, ട്രഷറിൽ വർക്ക് ചെയ്യുന്ന. മനസ്സിലായി. വന്നട്ടെ. വഴി കുറെ ഉണ്ടോ? ഒരു 1/4 മണിക്കൂർ. വന്നട്ടെ. ഇത്തവണ മാമന്മാരെ ആരെയും കൊണ്ടുവന്നില്ല. കൊടുക്കൽ വാങ്ങലും കണക്ക് പറച്ചിലും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് നമ്മൾ മാത്രമായിട്ട് കൂടി തീരുമാനിച്ചാൽ മതിയല്ലോ എന്ന് കണ്ടു. അതെ. അപ്പൊ അടുത്ത മാസം 11-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതി നിശ്ചയം. എന്നിട്ട് ജൂണിൽ നല്ല നേരം നോക്കി ഒരു ചടങ്ങും. അങ്ങനെ അല്ലയോന്നാ? ഓ, നിശ്ചയത്തിന്റെ തീയതി ഇപ്പൊ തീരുമാനിച്ചാൽ മതി. നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞതുപോലെ തന്നെയാ. അതെ, പിന്നെ എല്ലാവരും ധാരണയില്ല. അതങ്ങനെ തന്നെയാ. എങ്കിലിപ്പോ നമ്മൾ ആളുകളോട് പറയുമ്പോ
അങ്ങനെ ദൂഷ്യമൊന്നും തോന്നുന്നില്ല. കളറിലായതിന്റെയാ. അമ്മ ആളെ കണ്ടല്ലേ? വിശ്വം വിശ്വം അവരിറങ്ങാൻ തുടങ്ങായിരിക്കും. വിശ്വനാഥൻ ചെല്ല്. ഇവരിറങ്ങാൻ തുടങ്ങായിരുന്നു. നിന്നെ കൂടി ഒന്ന് കണ്ടേച്ച്. ഇത് സാറിന്റെ മൂത്ത മകൻ. ആ, മൂത്തത് ഇളയതും എല്ലാം കൂടി ഒന്നേ ഉള്ളൂ. നേരത്തെ കണ്ടല്ലോ മാവൻ നമ്മളെ വോട്ട് ചട്ടിയില്. കണ്ടു. നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ഇല്ല, അങ്ങനെ ഒരു പരിചയം തോന്നുന്നില്ല. അങ്ങനെ വലിയ പരിചയമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാൻ പോണ നിലയ്ക്ക് ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ഇല്ല, ഓർമ്മ വരുന്നില്ല. മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഒരു 2.5-3 കൊല്ലം മുമ്പ്. ഏയ്, ഞാനെന്നൊക്കെ ട്രിവാൻഡ്രത്ത് പഠിക്കുക, കോളേജില്ല. മൂവാറ്റുപുഴയും തിരുവനന്തപുരം തമ്മിൽ അത്ര വലിയ ദൂരം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്താ അമ്മാവാ? അത് പറഞ്ഞാൽ ഇവിടെ ഇപ്പം പുള്ളി ഏൽക്കാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ ഞാൻ തന്നെ അങ്ങ് പറയാം. ഞാൻ ഈ പൈതലാനെ കണ്ടിട്ടുണ്ട് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച്. അല്ല, ഓർമ്മയില്ലെന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാനും കൂടെ ചേർന്ന ഈ ചെറുപ്പക്കാരനെ വളഞ്ഞുകൂടി പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. ഒരു യാത്രക്കാരന്റെ പോക്കറ്റ് അടിച്ചതിന്. ഇപ്പൊ പിടി കിട്ടിയോ? ഛേ, നിങ്ങൾക്ക് ആള് മാറിയിരിക്കും. എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എടാ കുഞ്ഞേ, തൃക്കോട്ടയിൽ ഗോവിന്ദ പിള്ളയ്ക്ക് ബുദ്ധിക്ക് യാതൊരു പതർച്ചയില്ല. പ്രായം കുറെ ആയിന്ന് വെച്ച് കേട്ടോ. നിന്റെ പുറത്തിട്ടൊരു വീക്ക് എന്നെ പെരുപ്പ് എന്റെ കയ്യിൽ നിന്ന് ഇനിയും മാറിയിട്ടില്ല. ഇദ്ദേഹം വേറെ ആരെയുണ്ടോ കണ്ട് തെറ്റിദ്ധരിച്ചിട്ട്? ആഹാ, പിന്നെ ഉരുളാൻ നോക്കാണോ? അനിയ, എന്റെ ഇത്രയും സ്ഥലത്തിന് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. എന്തോന്നാ? അതിപ്പോ മനസ്സിലായി. നീ പോണ പുറത്ത്. അച്ഛ, ഇത് വെറും ഒരു കൺഫ്യൂഷന്റെ പുറത്ത്. എന്നോട് പോകാനാ പറഞ്ഞേ. വിശ്വം, നീ ഇനി വരാം. വിശ്വം, വിശ്വം, എടാ വിശ്വം. തട്ടിപ്പൊളിക്കൊന്നും വേണ്ട, ഞാൻ തൂങ്ങി ചിത്തിട്ട് പറ്റില്ല. അവരെന്ത് പറഞ്ഞാ? നിന്റെ ആ കിഴവൻ എന്തോ വട്ട് പറഞ്ഞെന്ന് വെച്ച്. കിഴവന് വിട്ടൊന്നുമില്ല, നല്ല സ്വഭാവമുണ്ട്. എന്തിനാ കൂടുതൽ? ഉപകാരമൊന്നുമില്ലെങ്കിലും ഉപദ്രവത്തിന് ഒരുത്തം മതിയല്ലോ. എവിടെ എനിക്ക് എവിടെ അറിയാവൻ? എടാ എടാ വിശ്വം, പറയടാ, എന്താ ഉണ്ടായത്? പറ. ഒന്നും ഉണ്ടായിട്ടില്ല അച്ഛാ, അങ്ങനെ ആള് മാറിയതാ. എന്നെ പോലെ ഇരിക്കുന്ന വേറെ ആരെയോ കണ്ടിട്ട്. സത്യം പറയടാ. എന്താ അവിടെ? വാതിൽ തുറക്കൂ. തുറക്കാൻ. നേരെ പറഞ്ഞു നിന്നെ ഞാൻ വിടൂ. അച്ഛനോട് ഞാൻ നേരെ പറയൂ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്താ ഇത്? വാതിൽ തുറക്കാൻ. എന്നെങ്കിലും ഒരിക്കൽ അച്ഛനത് ബോധ്യമാകും. അച്ഛനെന്തിനാ ദേഷ്യപ്പെട്ടത്? ഏയ് ചുമ്മാ. അറിഞ്ഞല്ലോ, സംഗതി അലങ്ങി. അറിഞ്ഞു. നിനക്കതിൽ പ്രയാസമൊന്നുമില്ലേ? സന്തോഷമാണോ? ഹാവൂ, ഏതായാലും അദ്ദേഹം കാരണം അങ്ങനെ ചില സഹായങ്ങളും ഉണ്ട്. അത്രയും നല്ലത്. ആര് കാരണം? അല്ല, അത് ഞാൻ നമ്മുടെ ദൈവത്തിന്റെ കാര്യം പറയായിരുന്നേ. ഒരു ദൈവഭക്തൻ. ഹാ ബൽബാന്ധവാ,